ഒരാൾ സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം ഏത് അവയവമാണ് ഭൂമിയിൽ ആദ്യം വെക്കേണ്ടത്? അവൻ്റെ കാൽമുട്ടുകളാണോ അതല്ല കൈകളാണോ? രണ്ടഭിപ്രായം ഉലമാക്കൾക്കുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം അവൻ തൻ്റെ മുട്ടുകൾ ആദ്യം ഭൂമിയിൽ സ്പർശിക്കണം എന്നതാണ്. ഹംബലി മദ്ഹബിലെയും ഹനഫികളുടെയും ഷാഫിഈകളുടെയും അഭിപ്രായം അതാണ്. മാലിക്കി പണ്ഡിതനായ ഇബ്നു അബ്ദുൽ ബർ റഹിമഹുല്ലാ അദ്ദേഹം സ്വീകരിച്ച അഭിപ്രായവും അതാണ്. അല്ലാമ അത്തിർമിദി അദ്ദേഹം പറഞ്ഞു അതാണ് അക്സറു അഹ്ലിൽ ഇൽം, ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെയും അഭിപ്രായം അതാണ്. ഇമാം അത്തിർമിദി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ശരി, എന്താണ് അവർക്കുള്ള തെളിവ്? വാഇൽ ഇബ്നു ഹുജർ എന്ന സഹാബി ഉദ്ധരിച്ച ഹദീസാണ് അവർക്കുള്ള തെളിവ്. റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ സജദ യദഉ റുക്ബതൈഹി ഖബ്ല യദൈഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിലേക്ക് പോകുമ്പോൾ അവിടുന്ന് തൻ്റെ കാൽമുട്ടുകളാണ് കൈകൾ വെക്കുന്നതിനേക്കാൾ മുൻപ് ഭൂമിയിൽ വെച്ചിരുന്നത്. വഇദാ നഹദ റഫഅ യദൈഹി ഖബ്ല റുക്ബതൈഹി. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജൂദിൽ നിന്ന് ഉയരുമ്പോൾ ആദ്യം അവിടുത്തെ കൈകളാണ് ഉയർത്തിയിരുന്നത്. ഖബ്ല റുക്ബതൈഹി, അവിടുത്തെ മുട്ടുകൾ ഉയർത്തുന്നതിന് മുൻപ് ആദ്യം കൈകൾ ഉയർത്തിക്കൊണ്ടാണ് എഴുന്നേറ്റിരുന്നത്. സുജൂദിലേക്ക് പോകുമ്പോൾ ആദ്യം അവിടുത്തെ മുട്ടുകളാണ് വെച്ചിരുന്നത്. ഈ ഹദീസ് ഇമാം അബൂ ദാവൂദ് അദ്ദേഹത്തിൻ്റെ സുനനിലും തിർമിദി അദ്ദേഹത്തിൻ്റെ ജാമിഅയിലും ഉദ്ധരിച്ച ഹദീസാണ്. ഉലമാക്കളിൽപ്പെട്ട ഇബ്നു ഖുസൈമ, ഇബ്നു ഹിബ്ബാൻ, ഇബ്നുൽ ഖയ്യിം ഇങ്ങനെ അനേകം ഉലമാക്കൾ ഈ ഹദീസ് സഹീഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഷെയ്ഖ് ഇബ്നു ബാസ് ഈ ഹദീസ് സ്ഥിരപ്പെട്ട ഹദീസാണെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ മുഹദ്ദിസുകളിൽപ്പെട്ട ചിലർ ഈ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലാമ ദാറുഖുത്നി, അതുപോലെ തിർമിദി, അതുപോലെ ആധുനികരിൽപ്പെട്ട അഹ്മദ് ഷാക്കിർ, ഷെയ്ഖ് അൽബാനി ഇവരൊക്കെ ഈ ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞവരാണ്. നമുക്ക് ഇങ്ങനെയാണ് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു ഉലമാക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്നത് മൂന്നിലൊരു കാരണം കൊണ്ടാണ്. ഒന്നല്ലെങ്കിൽ അവരിൽ ഏതെങ്കിലും ഒരാൾക്ക് തെളിവ് ലഭിക്കും, മറ്റൊരാൾക്ക് ആ തെളിവ് ചിലപ്പോൾ ലഭിച്ചു കൊള്ളണമെന്നില്ല. അതല്ലെങ്കിൽ രണ്ടുപേർക്കും തെളിവ് ലഭിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷേ ഒരാൾക്കത് ലഭിച്ചത് ദുർബലമായ വടിയിലൂടെയായിരിക്കും. രണ്ടുപേർക്ക് ഹദീസുണ്ട്, പക്ഷേ ഒരാൾക്ക് ലഭിച്ച സനദിൽ ദുർബലതയുണ്ട്, അതുകൊണ്ട് അദ്ദേഹം അത് സ്വീകരിച്ചില്ല. മറ്റൊരാൾക്ക് ലഭിച്ചത് പ്രബലമായ സനദാണ്, അപ്പോൾ അദ്ദേഹം അത് സ്വീകരിച്ചു. സംഭവിക്കാം. ഉദാഹരണത്തിന് നിങ്ങൾ ഇവിടെ 5 ആളുകളുണ്ട്. ഈ 5 ആളുകളും എന്നോടൊരു ഹദീസ് പറഞ്ഞു എന്ന് വിചാരിക്കാം. അതിലാദ്യം വന്നു പറഞ്ഞയാൾ അദ്ദേഹം ദഈഫാണ്. ആ ഹദീസ് എൻ്റെ അടുത്ത് സ്ഥിരപ്പെട്ടോ? ഇല്ല, സ്ഥിരപ്പെട്ടിട്ടില്ല. രണ്ടാമതൊരാൾ കൂടി വന്ന് പറഞ്ഞു അദ്ദേഹം ദുർബലനാണ്. ഹദീസ് സ്ഥിരപ്പെട്ടോ? ഇല്ല. പക്ഷേ എങ്കിൽ കൂടി അതിനൊരു ചെറിയ ബലമുണ്ടായി, കാരണം ഒന്നിൽ കൂടുതൽ ആളുകൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമതൊരാൾ കൂടി പറഞ്ഞു അദ്ദേഹം ദുർബലൻ തന്നെയാണ്, പക്ഷെ ഒരിക്കൽ കൂടി ഹദീസിൻ്റെ ബലം വർദ്ധിച്ചു. നാലാമതൊരാൾ കൂടി വന്ന് പറഞ്ഞു അദ്ദേഹം സഹീഹാണ്, അല്ലെങ്കിൽ സിഖാറ്റാൻ, സ്വീകാര്യനായ വ്യക്തിയാണ്. ഹദീസ് എന്തായി? സ്വീകരിക്കപ്പെട്ടു. എനിക്ക് ഈ 3 ആളുകളും പറഞ്ഞിരിക്കുന്ന ആദ്യ സന്ദർഭത്തിൽ ഞാൻ ഹദീസ് സ്വീകരിച്ചിട്ടില്ല, പക്ഷേ നാലാമത്തെ വ്യക്തി അദ്ദേഹം ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് വേറൊരാൾക്ക് ആ ഹദീസ് ലഭിച്ചിട്ടുണ്ട്, അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും? ആദ്യം തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുന്ന രൂപങ്ങളാണ് ഇതൊക്കെ. ഒന്നല്ലെങ്കിൽ ഹദീസ് ഒരാൾക്ക് ലഭിക്കാതിരിക്കുക, അതല്ലെങ്കിൽ ലഭിച്ചത് തെറ്റായ വഴിയിലൂടെ ആവുക, അതുമല്ലെങ്കിൽ ലഭിച്ച ഹദീസിൻ്റെ അർത്ഥം മനസ്സിലാക്കുന്നതിൽ അവർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക. ഇപ്പം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞ ഹദീസുകളിൽ ചിലത് ഒരേ ഹദീസ് തന്നെയാണ് രണ്ടുപേർക്കുമുള്ള തെളിവ്. റുകൂഇൽ കൈകൾ കെട്ടുന്ന വിഷയത്തിൽ, റുകൂഇൽ ഉയർന്നു കഴിഞ്ഞാൽ ഇഅ്തിദാലിൽ കൈ കെട്ടുന്ന വിഷയത്തിൽ രണ്ടു വിഭാഗവും ഒരേ ഹദീസിൽ തന്നെയാണ് അവരുടെ ചർച്ചകളുള്ളത്. ഈ ഹദീസ് വാഇൽ ഇബ്നു ഹുജറിൻ്റെ ഈ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ടുകൾ ആണ് ആദ്യം ഭൂമിയിൽ വെച്ചിരുന്നത് എന്ന ഹദീസ് അത് ചിലർ സഹീഹാണെന്ന് പറഞ്ഞു. അവർ ആ ഹദീസ് സ്വീകരിച്ചു, അതനുസരിച്ച് അമൽ ചെയ്തു. മറ്റു വിഭാഗം അവർ പറഞ്ഞു ഹദീസ് ദുർബലമാണ്. രണ്ടാമത്തെ അഭിപ്രായം, ഒരാൾ സുജൂദിലേക്ക് പോകുമ്പോൾ അവൻ സുജൂദിലേക്ക് പോകുമ്പോൾ അവൻ്റെ മുട്ടുകൾ അല്ല ആദ്യം വെക്കേണ്ടത്, മറിച്ച് കൈകളാണ് എന്ന അഭിപ്രായമാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് ഇദാ സജദ അഹദുക്കും ഫലാ യബ്റുക് കമാ യബ്റുകുൽ ബഈർ. ഒട്ടകം മുട്ടുകുത്തുന്നത് പോലെ നിങ്ങളിൽ ഒരാളും നിസ്കാരത്തിൽ താഴേക്കിരിക്കരുത്. വൽ യദഅ യദൈഹി ഖബ്ല റുക്ബതൈഹി. അവൻ തൻ്റെ കൈകൾ കാൽമുട്ടുകൾക്ക് മുൻപ് ഭൂമിയിൽ വെക്കട്ടെ. ഈ ഹദീസാണ് രണ്ടാമത്തെ അഭിപ്രായം പറഞ്ഞ ആളുകളുടെ തെളിവ്. ശരി, അപ്പോൾ ആദ്യത്തെ അഭിപ്രായം പറഞ്ഞ ആളുകൾ ഈ ഹദീസിനെ കുറിച്ച് എന്ത് പറഞ്ഞു? പറഞ്ഞു ഹദീസ് ദുർബലമാണെന്ന് പറഞ്ഞു. ഇതുപോലെയാണ് അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്നത്. ശരി,
ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, പണ്ഡിതന്മാർക്കിടയിൽ നിലനിൽക്കുന്ന അഭിപ്രായ വ്യത്യാസം ഏതാണ് അഫ്ദൽ എന്ന കാര്യത്തിലാണ്. കൈ കുത്തുന്നതാണോ അതല്ല കാൽ കുത്തുന്നതാണോ ഏറ്റവും അഫ്ദൽ? ഏത് ആദ്യം ഭൂമിയിൽ വെച്ചാലും നിസ്കാരം ശരിയാകുമെന്നതിൽ ഒരാൾക്കും അഭിപ്രായ വ്യത്യാസമില്ല. കൈ കുത്തിയിട്ട് നിങ്ങൾ ഭൂമി സുജൂദിലേക്ക് ഇരുന്നാലും കാല് കുത്തിയിരുന്നാലും നിസ്കാരം ശരിയാകുമെന്ന കാര്യത്തിൽ ഒരാൾക്കും വ്യത്യാസമില്ല. ഏതാണ് അഫ്ദൽ എന്ന കാര്യത്തിലാണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. അതുകൊണ്ട് ഓരോരുത്തർക്കും കൂടുതൽ ശരിയെന്ന് മനസ്സിലാകുന്ന അഭിപ്രായം അവന് സ്വീകരിക്കാം. കൂടുതൽ ശരിയെന്ന് മുൻപ് നമ്മൾ പറഞ്ഞിട്ടുള്ളതുപോലെ ജനങ്ങൾ 3 തരക്കാരാണ്. ഒന്നല്ലെങ്കിൽ മുജ്തഹിദായ പണ്ഡിതന്മാർ. അവരെന്തു ചെയ്യണം? അവർ തെളിവുകളിൽ ഗവേഷണം നടത്തുകയും പരിശോധനകൾ നടത്തുകയും അവർക്ക് ശരിയാണ് എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട കാര്യം അത് സ്വീകരിക്കുകയും ചെയ്യണം. മുജ്തഹിദായ പണ്ഡിതന്മാർ. രണ്ടാമത്തെ വിഭാഗം മുജ്തഹിദല്ല, എന്നാൽ ദീനിലെ തെളിവുകൾ നോക്കി മനസ്സിലാക്കാനും പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കാനും കഴിവുള്ള മതവിദ്യാർത്ഥികളാണ്. വലിയ പണ്ഡിതന്മാരല്ല, എന്നാൽ അവർ അറിവുള്ള പണ്ഡിതന്മാർ തന്നെയാണ്. പക്ഷേ മുജ്തഹിദായ പണ്ഡിതന്മാരുടെ പദവിയിലേക്ക് അവരെത്തിയിട്ടില്ല. അങ്ങനെയുള്ളവർ അവർ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? ഗവേഷണം നടത്താൻ പാടില്ല. പിന്നെ അവർക്ക് എന്തിനാണ് അനുവാദമുള്ളത്? പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കുകയും അതിൽ അവർക്ക് ശരിയാണെന്ന് ബോധ്യപ്പെട്ട അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്യാൻ അവർക്ക് അനുവാദമുണ്ട്. ആർക്ക്? മതവിദ്യാർത്ഥികൾക്ക്. മതവിദ്യാർത്ഥികൾ എന്ന് പറഞ്ഞാൽ ചെറിയ കുട്ടികളല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് ദീനിൽ വിജ്ഞാനമുണ്ട് എന്നാൽ വലിയ മുജ്തഹിദായ പണ്ഡിതന്മാരുടെ പദവിയിലേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ചിലപ്പോൾ ഗൾഫിലും മറ്റൊക്കെ ചെന്നാൽ ധാരാളം പണ്ഡിതന്മാരെ കാണും. അവർ മുജ്തഹിദായ പണ്ഡിതന്മാരുടെ പദവിയിലെത്തിയവരല്ല, മറിച്ച് പണ്ഡിതന്മാരാണ്. അവർക്ക് തെളിവുകൾ പരിശോധിക്കാനും മറ്റൊക്കെ വലിയ ഉലമാക്കളുണ്ട്. ധാരാളം ഹദീസുകൾ മനപ്പാടമുള്ള, ഇൽമിൽ വിജ്ഞാനത്തിൽ സമുദ്ര സമാനമായ വിജ്ഞാനമുള്ള പണ്ഡിതന്മാർ. അവർ മുജ്തഹിദീങ്ങളാണ്. മൂന്നാമത്തെ വിഭാഗം സാധാരണക്കാരാണ്. സാധാരണക്കാരായ ആളുകൾ അവർ ചെയ്യേണ്ടത് അവർക്ക് വിശ്വസ്തരായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് അവർക്ക് ബോധ്യപ്പെട്ട ആളുകളെ അവർക്ക് തഖ്ലീദ് ചെയ്യാം, അവരെ പിൻപറ്റാം. തെളിവ് അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന ഒരാൾ എന്ന് അവർക്ക് ബോധ്യപ്പെട്ടയാൾ അവരോട് പോയി കാര്യം ചോദിക്കുക, എന്ത് ചെയ്യണമെന്ന് ചോദിക്കുക. അവർ പറഞ്ഞു തരുന്നതിനനുസരിച്ച് അവന് ചെയ്യാം. ഇനി നാളെ ഒരു ദിവസം അവന് വ്യക്തമായി ബോധ്യപ്പെടാം അന്ന് അദ്ദേഹം പറഞ്ഞത് തെളിവിന് വിരുദ്ധമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അവൻ എന്ത് ചെയ്യണം? ഈ തെളിവനുസരിച്ച് പ്രവർത്തിക്കണം. പക്ഷേ അവന് സ്വയം ബോധ്യപ്പെട്ടാൽ പോരാ, മറിച്ച് അവന് വിശ്വസ്തതയുള്ള ഒരാൾ അവന് ബോധ്യപ്പെടുത്തി കൊടുക്കണം, അറിവുള്ള ഒരാൾ ബോധ്യപ്പെടുത്തി കൊടുക്കണം. അതല്ലാതെ സാധാരണക്കാർ അവർ ഖുർആൻ തുറന്നു വെക്കുകയും ഹദീസ് തുറന്നു വെക്കുകയും അവനവന് മനസ്സിലാകുന്നതിനനുസരിച്ച് ചെയ്യും പാടില്ല. കാരണം തെളിവുകൾ പല കോലത്തിലുണ്ട്. നാസിഖ്, മൻസൂഖ്, മുത്ലഖ്, മുഖയ്യദ്, ആം, ഖാസ്, ഇങ്ങനെ പല തെളിവുകളുണ്ട്. എല്ലാ തെളിവും എന്തല്ല എല്ലായിടത്തേക്കും ബാധകമായിരിക്കുകയില്ല. പൊതുവായതുകൊണ്ട് പ്രത്യേകമായി പറഞ്ഞ വിധികളുണ്ട്, നിരുപാധികം പറഞ്ഞതുണ്ട്, ഉപാധികളോടെ പറഞ്ഞതുണ്ട്. ആദ്യകാലത്ത് പറഞ്ഞ വിധിയുണ്ട്, പിന്നീട് ദുർബലമാക്കപ്പെട്ട വിധിയുണ്ട്. ഇതൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത സാധാരണക്കാർ പോയി പുസ്തകം തുറന്നു വെച്ച് അവനവന് മനസ്സിലായതനുസരിച്ച് ഫത്വ കൊടുക്കുക എന്നത് പാടില്ല, ഒരിക്കലും പാടില്ല. സഹോദരങ്ങൾ, ഈ കാലത്ത് ചില ആളുകൾ ഈ ബുഖാരിയുടെ മുസ്ലിമിൻ്റെയൊക്കെ പരിഭാഷ എടുത്ത് വായിക്കും. എന്നിട്ട് അവൻ തന്നെ ഒരു മുഫ്തിയാണ്. ഹദീസിന്റെ മലയാളമാണ് അവന് വായിക്കുന്നത്, അറബി അവന് വായിക്കാൻ അറിയില്ല. അറബി വായിക്കാൻ അറിഞ്ഞാൽ തന്നെയും അതിൽ ധാരാളം പഠിച്ചാലല്ലാതെ അതിൻ്റെ രൂപങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ മലയാളം നോക്കിയിട്ട് വിധി പറയുന്നവൻ്റെ കാര്യം എന്താണ്? അതുകൊണ്ട് സഹോദരങ്ങളെ, ഇവിടെ പഠിപ്പിക്കുന്നതൊന്നും ഫത്വ പറയാനല്ല, നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനുള്ള കാര്യമാണ്. ശരി, അപ്പോൾ നമ്മൾ ചോദിച്ച ചോദ്യത്തിലേക്ക് വരാം. ഒരാൾ മുട്ടാണോ ആദ്യം കുത്തേണ്ടത്, കൈയാണോ കുത്തേണ്ടത്? അല്ലാഹു അഅലം. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരുടെയും അഭിപ്രായം മുട്ട് ആദ്യം നിസ്കാരത്തിൽ കുത്തുക എന്നതാണ്. അത് ഹദീസിന് യോജിക്കുന്നതാണ്. അതുപോലെ തന്നെ ഒരാളുടെ നിസ്കാരത്തിൻ്റെ രൂപത്തോട് ഏറ്റവും യോജിക്കുന്നതായി അനുഭവപ്പെടുന്നത് അതാണ്. എനിക്ക് വ്യക്തിപരമായി മനസ്സിലാകുന്നതാണ്. ബഹുഭൂരിപക്ഷം ഉലമാക്കളുടെ അഭിപ്രായം അതാണ്. ഷെയ്ഖ് ഇബ്നു ബാസ് അദ്ദേഹത്തെ പോലുള്ള പണ്ഡിതന്മാർ സ്വീകരിച്ച അഭിപ്രായം അതാണ്. ഞാൻ അവരുടെ അഭിപ്രായമാണ് നിങ്ങളോട് പറയുന്നത്. അവരിൽ ചിലർ പറഞ്ഞു നിസ്കാരത്തിൻ്റെ ക്രമത്തിന് ഏറ്റവും യോജിക്കുന്നത് അതാണ്. അത് ബുദ്ധിപരമായ തെളിവാണ്, ഹദീസിലെ തെളിവല്ല. പറഞ്ഞു കാരണം ഒരാൾ അവൻ്റെ കാലുകൾ ഭൂമിയിലാണ്, പിന്നെ അവൻ്റെ മുട്ടുകൾ, പിന്നെ അവൻ്റെ കൈകൾ, പിന്നെ അവൻ്റെ മുഖം. ആ ക്രമത്തിലാകുമ്പോൾ അവൻ അള്ളാഹുവിന് മുൻപിൽ ഇരിക്കുന്ന രൂപം ഏറ്റവും കൃത്യമായ ക്രമത്തിലാകുന്നതാണ് എന്ന് ചിലർ, ഷെയ്ഖ് സാലിഹ് അൽ ഫൗസാൻ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെയാണ് ഈ കാര്യം. ഷൗക്കാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഈ മസ്അല മിൻ മആരിക്കിൽ അൻവാർ വ മവായിഖിൽ അഫ്കാർ, പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ പരസ്പരം ധാരാളമായി കൂട്ടിമുട്ടുന്ന, ചിന്തയെ ചൂടുപിടിപ്പിക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണ്. കാരണം അതിൽ ശരി എന്താണ് എന്നത് പരിശോധിക്കൽ. ഈ വിഷയത്തിൽ അപ്രവ്യത്യാസമുണ്ട്. നിങ്ങൾക്ക് സഹീഹാണെന്ന് മനസ്സിലാകുന്ന,
നിങ്ങൾക്ക് വിശ്വസ്തരായ പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ നമസ്കാരത്തിൽ പിൻപറ്റാവുന്നതാണ്. ഒരാൾ അവൻ്റെ ശരീരഘടനയ്ക്ക് ഏറ്റവും എളുപ്പമുള്ള രീതി സ്വീകരിച്ചാൽ, അല്ലെങ്കിൽ അവൻ ഏറ്റവും അവൻ്റെ ശരീരത്തിലെ അവസ്ഥകളോട് യോജിക്കുന്ന രൂപം സ്വീകരിച്ചാൽ അൽഹംദുലില്ലാഹ് തെറ്റില്ല, അവൻ്റെ നിസ്കാരം ശരിയാണ്. ഒരാൾക്ക് ചില ആളുകൾക്ക് അവൻ്റെ കൈകൊണ്ട് കുത്തിയിട്ട് സുജൂദിൽ പോകുന്നതായിരിക്കും അവന് എളുപ്പം, എങ്കിൽ അത് അവന് ചെയ്യാവുന്നതാണ്. അതിന് ചില ആളുകൾക്ക് മുട്ട് കുത്തുന്നതായിരിക്കും എളുപ്പം, എങ്കിൽ അവനത് ചെയ്യാവുന്നതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിഷയം ഏതാണ് അഫ്ദൽ എന്നതാണ് പണ്ഡിതന്മാർക്കിടയിലുള്ള ചർച്ച. അതല്ലാതെ ഒന്ന് ഹറാം മറ്റേത് വാജിബ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടില്ല. ഇൻഷാ അള്ളാഹ് സുജൂദിൻ്റെ രൂപം, വിശദമായ രൂപം അടുത്ത ദർസിൽ നമുക്ക് വിവരിക്കാം. കാരണം അത് കുറച്ചധികം പറയാനുള്ള വിഷയങ്ങളിലൊന്നാണ്. ഇൻഷാ അള്ളാഹ് അടുത്ത തവണ നമുക്കത് വിവരിക്കാം.